യേശുവിന്റെ നാമത്തിൽ ഉടമ റഗദ ഈ പ്രഭാതത്തിൽ, ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കടന്നു വന്ന ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തികളും കമോൺ അത്തരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, അത്തരങ്ങളെ തുറന്ന് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച് ലാസ്മി ഹദുനമറക യഹസ്മി അന്തനമു ശതന റമന സാന്തി യസ്മ റോഖോമ ശാന്തന റമന റോഖോമ ലാന്തന റമ സിഗേരിയാന്തന. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കട്ടെ, ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കട്ടെ. ഉടമ റാന്തന റഗദ പരിശുദ്ധാത്മാവിന്റെ ഗ്ലോറി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്ന് പകൽ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഉടമ നമ ശാന്തന റഗദ നമ സിഗേരിയാന്തേ. ഉടമ റഗദ ജയിപ്പിക്കുന്ന കരം, ഹല്ലേലൂയ, സമാധാനം നൽകുന്ന കരം, സ്വസ്ഥത നൽകുന്ന കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഉടമ നമ ശാന്തന റഗദേ. ഈ പ്രമാദം ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതികളിലുള്ളതാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഈ ദിവസം ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണ്. ഇന്ന് പകൽ ഞങ്ങൾ വലിയത് കാണുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കമനധരങ്ങളെ തുറന്ന്, എല്ലാ ധരങ്ങളെ തുറന്ന് റഖമ സിഖെറ്റെ റിമന റഗദ റമന പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഹല്ലേലൂയ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതകരം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണപ്പ. വ്യക്തികൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിനകത്ത് ഇന്ന് പകലൊരു മാറ്റം, ചേഞ്ച് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. ഓ, വാഗ്ദത്തത്തിൻ സമയമാണിത്. യേശുവേ, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ലാതേകനാകുമ്പോൾ മരണനിഴലിൽ ഭീതിയേറും. ആരുമില്ലാതേകനാകുമ്പോൾ മരണനിഴലിൽ ഭീതിയേറും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ,
വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണ് യേശുവേ. വാഗ്ദത്തത്തിൻ, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണെന്ന് വിളിച്ചു പറഞ്ഞേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണ്. യാക്കോ ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി, ഓ ഇടയൻ യാക്കോബ് ഇന്ന് പകൽ യാക്കോബ് ഇസ്രായേലായി മാറട്ടെ. ഇടയൻ രാജാവായി എഴുന്നേൽക്കട്ടെ. നിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന്, കഴിഞ്ഞ നാളുകളിൽ കടന്ന അവസ്ഥകളിൽ നിന്ന്, നിന്നെ ഒതുക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഇന്ന് പകൽ നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പദ്ധതിയിലുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്ന ദിനമാണെന്ന് വിളിച്ചു പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ മാറുന്ന സമയമാ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ചേഞ്ച് ആകുന്ന, നീ മാറുന്ന സമയമാ. ഇടയൻ രാജാവായതുപോലെ ഒരു ട്രെയിനിങ്, ഒരു ചേഞ്ച്, ഒരു ട്രെയിനിങ് ഇന്ന് പകൽ സംഭവിക്കുക. ഇന്നത്തെ ദിവസം ഈ മീറ്റിംഗിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ട്രെയിനിങ് സംഭവിക്കുക, ഒരു തിരിവ് സംഭവിക്കുക. ഇടയനായി നടന്ന ദാവീദിന്റെ ലൈഫിനകത്ത് ഒരു ട്രെയിനിങ് നടന്നതുപോലെ ഒരു യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഒരു ട്രെയിനിങ് വന്ന് ആ ഇസ്രായേൽ ആയതുപോലെ ഒരു അബ്രഹാമായി മാറിയതുപോലെ ഇന്ന് പകൽ ചിലതെല്ലാം മാറുകയാ. നിന്റെ കുടുംബം മാറുകയാ, നിന്റെ തലമുറ മാറുകയാ, നിന്റെ ജീവിതത്തിലെ സകല അവസ്ഥകളും മാറുകയാ. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഇപ്പോൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് വെളിപ്പെടുക. ഇപ്പോൾ ഈ മീറ്റിംഗിനകത്ത് ആ ചേഞ്ച് ചെയ്യുന്ന ഒരു അന്തരീക്ഷം, നിന്റെ ജീവിതത്തെ, നിന്റെ തലമുറയെ ചേഞ്ച് ചെയ്യുന്ന ഒരു അന്തരീക്ഷം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ ചെയ്തിരിക്കുക. പരിശുദ്ധ രൂഹ ഉണങ്ങിയ അസ്ഥികളിലേക്ക് പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ വ്യാപരിച്ചപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് സംഭവിച്ചു. ഉണങ്ങിയ ഹാലിൽ ജീവനില്ലാതെ കിടന്ന ശരീരങ്ങളെ ജീവനുള്ളവാക്കിയെങ്കിൽ ഇന്ന് പകൽ ആ പരിശുദ്ധ റൂഹ നിങ്ങളായിരിക്കുന്നിടത്ത് കാറ്റ് പോലെ വീശുകയാ. രഗത ആദാമിനെ ഉണ്ടാക്കിയ ശേഷം ആ ശരീരം ചലനമില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം ഊതി. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനകത്ത് ശ്വാസമായി വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു ട്രെയിനിങ് സംഭവിക്കുവാൻ, ഒരു ചേഞ്ച് സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് വീശുന്നു. ഒരു കാറ്റ് പോലെ നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു വിൻഡ്, ഒരു കാറ്റ്. പരിശുദ്ധ ആത്മാവ് അന്യഭാഷയിൽ നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തിൽ ഒരു ടേണിംഗ് സംഭവിക്കുക. നിന്റെ ഭാവിക്കകത്ത് ഒരു ടേണിംഗ് സംഭവിക്കുക. നിന്റെ ഭാവിയെ ടേൺ ചെയ്യുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽ കണ്ടുമുട്ടുന്ന ദിവസമാണ്. പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ
അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹ, റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, യേശുവേ, പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവേ. Yes, we love you, Jesus. Yes, we love you, Jesus. Yes, we lift your holy name. Hallelujah. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. വചനം പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അടുത്ത വാക്യം ഒരു ചോയ്സ് പോലെ ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ആകുലതയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശയിൽ തന്നെ ഈ ദിവസം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാം. അഭിഷക്തൻ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാച് നമ്മളോട് തൻ്റെ തന്ത്രത്തെ പ്രയോഗിക്കുന്നത് എവിടേക്കാ? നമ്മുടെ മൈൻഡിൽ ഇല്ലേ? നമ്മുടെ ചിന്തയിലേക്കാണ് പിശാച് എപ്പോഴും അവൻ്റെ തന്ത്രങ്ങളെ അയക്കുന്നത്. ഇന്നുപോൽ ഹൃദയത്തിനകത്ത് വചനമുണ്ടെങ്കിൽ നിന്റെ വായിൽ അത് പ്രസ്താവിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ എത്ര ദൈവമക്കൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. പ്രശ്നങ്ങൾ പ്രതികൂലമാകുമ്പോൾ, സാഹചര്യം പ്രതികൂലമാകുമ്പോൾ, മാനുഷിക ചിന്തകൾ ഉയർന്നേക്കാം. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു ദൈവത്തിൽ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം അവൻ വചനത്തെ വിളിച്ചു പറയും. 40 ദിവസം യേശുവിൻ്റെ ഉപവാസത്തിൽ പിശാച് തന്ത്രവുമായി വന്നപ്പോൾ യേശു കർത്താവ് ഉപയോഗിച്ചത് വചനത്തെയാണ്. ഞാൻ പറയട്ടെ, നമ്മളുടെ അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും രക്ഷയുടെയും എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവ വചനമാണ്. ഹല്ലേലൂയ! ദൈവ വചനം. കാരണം ആ ദൈവ വചനത്തിൽ നമ്മൾ അടിസ്ഥാനപ്പെട്ട് ഓരോ ദിവസവും മുന്നേറിയാൽ, കാറ്റടിച്ചാലും കോൾ വന്നാലും നമ്മൾ വീടില്ല, നമ്മൾ ആടി ഉലയില്ല. കാരണം അടിസ്ഥാനം വചനമാണ്. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുടെ വേര് താഴോട്ട് ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രവാചകൻ ഇരമ്യാവ് 17:7 ഇപ്രകാരം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പിന്നെ താഴോട്ടുണ്ട്, അവൻ പച്ച ഇല പോലെ തഴയ്ക്കും. ഒരു കാലത്തും ഉഷ്ണവും വാട്ടവും തട്ടാതെ അവൻ്റെ വേര് വെള്ളത്തിൻ്റെ അരികെ ആയതുകൊണ്ട് ഏതു നേരത്തും ഫലം കായ്ക്കും. ഈ ദിവസങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും പല രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്ന എല്ലാവരെയും ഈ കവനൻ്റെ കീഴിൽ ഒരുമിച്ച് ഇന്ന് കൂടി വരുവാനാക്കിയത്. ദൈവത്തിൻ്റെ ഫലങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടി വെളിപ്പെടുത്തുവാൻ അത് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി നമുക്കൊരു വേദ ഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്നതും നമുക്ക് ഏറെ പരിചിതമായ പഴയ നിയമത്തിലെ ഒരു വാക്യം. 1 ശമൂവേൽ എഴുതിയ പുസ്തകം 16, 17, 18 ഈ അധ്യായങ്ങളിൽ നമുക്ക് പല വ്യക്തി ജീവിതങ്ങളെ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരാണ് ദാവീദ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യങ്ങളെ അവിടെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് 18-ാം വാക്യം ചിന്തിച്ച് പുറകോട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. 18, 17, 16 18-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു കാര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റി ചേർന്നു. ഇന്ന് പ്രഭാതത്തിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറാ?
ഇതുപോലെ ചില വ്യക്തി ഹൃദയങ്ങൾ നമ്മളോട് പറ്റിച്ചേരും. കുടുംബജീവിതത്തിൽ ഇതുവരെ ഒരു ഭിന്നതയിൽ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഭാര്യ ഭർത്താവായി കഴിഞ്ഞ നാളുകളിൽ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ നാളിൽ നീ വചനത്തെ വിളിച്ചു പറഞ്ഞാൽ, വചനത്തെ ഏറ്റെടുത്താൽ, വചനത്തെ സംഗ്രഹിച്ചാൽ, ആ വചനത്തിൽ പ്രത്യാശ ഉറച്ചാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റി ചേർന്നു. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു ഈ നാളിൽ ഹല്ലേലൂയ ഇത് സംഭവിക്കും? അടുത്ത വാക്യം, യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ! ഇതുവരെ സ്നേഹം കണ്ടെത്താത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടും. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കാൻ തയ്യാറാ? അതിൻ്റെ അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ! ഈ ദിവസങ്ങളിൽ സ്നേഹം കണ്ടെത്താൻ നീ പലയിടങ്ങളിൽ ചെന്നു, അല്ലെങ്കിൽ ശ്രമിച്ചു, പലരിൽ നിന്നും ആഗ്രഹിച്ചു, അവിടെയെല്ലാം നീ നിരാശപ്പെട്ടെങ്കിൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? അതിൽ നിന്നൊരു മാറ്റം ഈ ദിവസങ്ങളിൽ സംഭവിക്കുക. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ പല വ്യക്തികളാലും അവഗണന ലഭിച്ച് പലയിടങ്ങളിലെല്ലാം മാറ്റി നിർത്തി ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അധികമായി പകരപ്പെടും. അതിനുവേണ്ടി ചില വ്യക്തികളെ ദൈവം ഈ നാളിൽ നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ! നീ സ്നേഹം കണ്ടെത്താൻ ഈ നാളിൽ പ്രയാസപ്പെടുന്ന ഒരു സ്നേഹത്തിന് വേണ്ടി ഹല്ലേലൂയ ഇവിടെ നിന്ന് എനിക്കൊന്ന് ലഭിച്ചാൽ മതിയായിരുന്നു എന്ന് നീ കരുതുന്ന ഇടങ്ങളിൽ ദൈവം വാതിലുകളെ തുറക്കും. ദൈവം ഈ നാളിൽ വ്യക്തി ഹൃദയങ്ങളോട് സംസാരിക്കും. കാരണം നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. വചനം പറയുന്ന നീതിമാന്റെ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. കഴിഞ്ഞ നാളിൽ നീ ദൈവസന്നിധി തൻ്റെ ഹൃദയത്തെ ഹന്ന പകർന്നതുപോലെ പകർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, ദൈവം അതിനൊരു മറുപടി തരിക. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള വിള്ളലായിക്കൊള്ളട്ടെ, അതിനൊരു മാറ്റം ഇന്ന് പ്രഭാതത്തിൽ സംഭവിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അതിൻ്റെ രണ്ടാം വാക്യം, ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ട് അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. പ്രവാചകൻ ശമൂവേൽ യഹോവയായ ദൈവം രാജാവിനെ തള്ളി എന്നറിഞ്ഞ് താൻ ദുഃഖിച്ച ദിവസമുണ്ടായി. അന്ന് തന്നോട് യഹോവ പറയുക, എന്തിനാണ് ഇവിടെ ദുഃഖിച്ചിരിക്കുന്നത്? ഇഷായുടെ വീട്ടിൽ ചെല്ല്, അവരിൽ ഒരുവനെ, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം, ഒരുത്തനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! ഒരുത്തനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. ഇതുപോലെ കർത്താവിൻ്റെ കണ്ണിൽ നമ്മൾ രാജാക്കന്മാരാണ്. മനുഷ്യൻ നിങ്ങളെ എന്ത് പേരിട്ട് എന്ത് പദവി ചോർത്തി തന്നാലും കർത്താവിന് നമ്മളെക്കുറിച്ച് പറയാനുള്ളത് ഇതാ, മോനെ, നിന്നിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! താൻ യഹോവ പറഞ്ഞ ആ വാക്കിനെ അനുസരിച്ച് ഒരു വ്യക്തി പേടിച്ചൊല്ലും. അവസാനം ചെന്നെത്തുന്നത് ആരില്ലാന്നറിയാവോ? തിരഞ്ഞെടുപ്പുള്ള യേശു കർത്താവ് കണ്ട അതേ വ്യക്തിയിലേക്ക് പ്രവാചകൻ എത്തി. നമുക്ക് ഇനിയും ഒന്നുകൂടെ ആ സന്ദർഭത്തിലേക്ക് വരാം. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ട് അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പിന്നെ അവൻ എന്താണെന്നറിയാവോ? പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞുപോയി. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ പലയിടങ്ങളിൽ
യൗവനക്കാരുടെ ഇടയിൽ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, മോഡിഫൈ ചെയ്യുക ഇല്ലേ? കാറ് മോഡിഫൈ ചെയ്യുക, ബൈക്ക് മോഡിഫൈ ചെയ്യുക, ഇതല്ലേ? ഇതെല്ലാം അവർക്കൊരു ഹരമാ. അതെന്ന് പറഞ്ഞത് ആ ഉള്ള വസ്തുവിനെ കുറച്ച് കാര്യങ്ങൾ നൽകി അലങ്കരിക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന, മക്കളെ, നമ്മളെ മോഡിഫൈ ചെയ്ത് നിർത്തിക്കുക അല്ല കർത്താവ്. മൊത്തത്തിൽ കർത്താവ് പുതിയ ഒരു സൃഷ്ടിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. പിന്നെ അവന് പഴയ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യമില്ല. വചനം പറയുന്നു, പിൻപേ ഉള്ളതിനെ മറന്ന് ദൈവം മുൻപിൽ ഒരുക്കി വച്ചിരിക്കുന്ന നല്ലതിനെ കണ്ട്. ഈ നാളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എന്തിനു വേണ്ടിയാ? കഴിഞ്ഞ ദിവസം കർത്താവ് ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞു, മോനെ, എല്ലാ ക്രെഡിറ്റ്സും ആർക്കാണെന്നറിയാമോ? കർത്താവിനാ. ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓൾ ക്രെഡിറ്റ്സ്, എല്ലാ ക്രെഡിറ്റും ദൈവസന്നിധിയിലാണെന്നേ. നമുക്ക് പുകഴ്ച പറയാനോ പ്രശംസ പറയാനോ ഒന്നുമില്ല. പൗലോസ് പറയുന്ന പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ. ഹല്ലേലൂയ. നമുക്ക് താഴോട്ട് വായിക്കാം. അതിൻ്റെ 3-ാം വാക്യം. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്യൂ. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കവനന്റ് എന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ഉടമ്പടി താനുമായി ചെയ്തു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പ്രവചന ശബ്ദം എന്ന നിലയിൽ ഈ കവനൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലെ, അഭിഷക്തൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു ദൈവവൈതലെ, ആ വാക്കിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലെ, ഞാൻ പറയട്ടെ, നിന്നെ ദൈവം തകരുവാൻ അനുവദിക്കത്തില്ല. വെറുതെ അല്ല ഈ കവനൻ്റെ കീഴിൽ ദൈവം നമ്മളെ ആക്കിയത്. മുന്നമേ അവൻ കണ്ടു. മുന്നമേ ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിൻ്റെ 4-ാം വാക്യം വായിക്കാം. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി, അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ഹല്ലേലൂയ. അതുവരെ ഈ അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ അപ്പൻ മറന്ന മകനാണിത്. ഹല്ലേലൂയ. സഹോദരന്മാർ മാറ്റി നിർത്തിയ മകനാണിത്. പക്ഷേ ആരൊക്കെ മറന്നാലും ഓർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നിന്നെ എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിക്കും. അവൻ നിന്നെ രാജസന്നിധിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ രാജസന്നിധിയിൽ എത്തിക്കുക തന്നെ ചെയ്യും. അവൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ മാനിക്കും. അവൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ ഉയർത്തും. നിന്റെ തല കുനിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ നിന്റെ തല കുനിപ്പിക്കുവാൻ ഇട വരുത്തത്തില്ല. ഹല്ലേലൂയ. എന്താ കണ്ടത്? എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ, ഹല്ലേലൂയ, മറ്റാർക്കും ലഭിക്കാത്ത, ഇതൊക്കെ കണ്ടുകൊണ്ട് സത്യം പറഞ്ഞ വേറെ കുറച്ച് കൂട്ടരെ നിപ്പുണ്ട്. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെ നിപ്പുണ്ടെന്നേ. ഒരിക്കൽ അവർ കണ്ടില്ലെന്ന് നടിച്ചു, പക്ഷേ അവരെ കൊണ്ട് ദൈവം അംഗീകരിപ്പിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അംഗീകരിപ്പിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിക്കടഞ്ഞിടത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്കിന് വില കൽപ്പിക്കാത്ത ഇടത്ത് ദൈവം നിങ്ങളുടെ ശബ്ദത്തിന് അംഗീകാരം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചത്. ഈ ദാവീദിൻ്റെ ശബ്ദം കേട്ടു. താൻ സംസാരിച്ച് തീർന്നപ്പോൾ തൻ്റെ ഹൃദയത്തിൽ എന്തു വന്നു? ഒന്നുകൂടെ വായിച്ചേ. ദാവീദിൻ്റെ മനസ്സോട് പറ്റി ചേർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? താഴോട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ വസ്തുത നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അതിൻ്റെ 5-ാം വാക്യം വായിക്കാം. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. എത്ര പേര് വിശ്വസിക്കാൻ തരും? ഇത് ഞാനും അങ്ങ് ഏറ്റെടുക്കുക. നമ്മുടെ അകത്തുള്ള ആത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ജ്ഞാനത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. തന്നെ രാജാവ് എന്തൊക്കെ ഏൽപ്പിച്ചോ അതെല്ലാം താൻ വിവേകത്തോടെ നടത്തും. അതായത് ചെയ്തുകൊണ്ടിരുന്നു. അതായത് മറ്റുള്ളവർ അയച്ച് അത് പരാജയപ്പെട്ടപ്പോൾ ആത്മാവുള്ളവൻ, അഭിഷേകം പ്രാപിച്ചവൻ്റെ പ്രത്യേകത ഇതാ. അവനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ എവിടെ പോയാലും അവിടെ പ്രോസ്പറാകും. ഹാലേ. താഴോട്ട് വായിക്കുമ്പോൾ അതുകൊണ്ട് ശൗൽ അവനെ
പടജനത്തിന് മേധാവി ആക്കി. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാർ? ഇന്ന് പകൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വലിയൊരു ഫേവർ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോടൊരു പ്രത്യേക ഫേവർ തോന്നും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ അവർ തിരിച്ചറിയും. നിങ്ങളുടെ ശബ്ദത്തിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയെ അവർ തിരിച്ചറിയും. ദൈവം നിങ്ങൾക്ക് പകരുന്ന ആ ജ്ഞാനത്തെയും ആ ബലത്തെയും ആ ധൈര്യത്തെയും ഈ ദിവസങ്ങളിൽ അവർ കാണും, അവർ തിരിച്ചറിയും. അടുത്ത വാക്യം, ഇത് സർവ ജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. കണ്ടോ, ഒരിക്കലും ആർക്കും വേണ്ടായിരുന്നു, ആർക്കും ബോധിക്കാതെ കിടന്ന വ്യക്തിയാ. പക്ഷേ ഇവിടെ വാക്കുണ്ട്, സർവ ജനത്തിനും. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹി വാസ് അക്സെപ്റ്റഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ പീപ്പിൾ ആൻഡ് ഓൾസോ ഇൻ ദ സൈറ്റ് ഓഫ് സോൾ സെർവൻറ്റ്. ഇല്ലേ, ഈ ശൗൽ രാജാവിൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തികളല്ലായിരുന്നോ ഈ ബാക്കിയുള്ള തൻ്റെ സഹോദരന്മാരായ യോദ്ധാക്കൾ? കണ്ടോ, അവരും തന്നെ അംഗീകരിക്കേണ്ട വന്നു. എത്ര പേര് വിശ്വസിക്കുന്ന വചനം പറയുന്നു, കൂട്ടുകാരിൽ പരമായി സഹോദരങ്ങളുടെ മധ്യേ യോസഫിനെ ദൈവം മാനിച്ചെങ്കിൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടി കേട്ടു, അവരുടെ മധ്യേ ദൈവം ദാവീദിനെ മാനിച്ചു. വാക്യം എന്താ? ബോധിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? ഭൃത്യന്മാർക്കും എല്ലാവർക്കും ബോധിച്ചു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഈ നാളിൽ ഈ വചനം എന്തെഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ നല്ല ദൈവത്തിനൊരു ആമേൻ പറഞ്ഞാട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാണുന്ന സന്ദർഭത്തിൽ നിന്നാണ് എടുത്ത് വായിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ ഈ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാകും. അതിൻ്റെ 1 ശമൂവേൽ 17:24. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. അതായത് മുമ്പിൽ 40 ദിവസവുമായി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഈ ഗോലിയാത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തന്നെ കാണുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ഈ ഇസ്രായേലർ പേടിച്ച് ഓടുകയാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി മുൻപോട്ട് കാൽച്ചുവടെടുത്ത് വെച്ച് ഒരു വാക്ക് വിളിച്ചു പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സാഹചര്യത്തിന് നടുവിൽ നമ്മൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അഭിഷക്തൻ ഈ ഞായറാഴ്ച ഉദാഹരണം പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഈ ഭൂമിയിലുള്ള ഒന്നിനും, പിശാചിൻ്റെ തന്ത്രങ്ങൾക്കോ പ്രവർത്തികൾക്കോ ഒന്നിനും നമ്മളെ അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരാൾക്ക് കഴിയും. ആരാണ്? വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും. ദാവീദ് എന്താ ഈ ഗോലിയാത്തിനോട് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. 17:46. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. അടുത്ത വാക്യം പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ ഭൂമിയും അറിയും. എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷക്തൻ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ദൈവത്തിൻ്റെ മഹത്വത്തെ. ഈ ഭൂമിയിൽ ഞാൻ വിശ്വസിക്കുന്ന സേവിക്കുന്ന ഈ ദൈവം ആരാണെന്ന് നമ്മൾ കൂടി വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തിയുമാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത്, കാണുന്നത്. ഹല്ലേലൂയ. വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ ഭൂമിയും അറിയും. ഈ വാക്ക് ഇന്ന് പകൽ എത്ര ദൈവമക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാ? ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ദേശത്തിൽ ഞാൻ സേവിക്കുന്ന, ഞാൻ വിളിക്കുന്ന ആ ദൈവം ഉണ്ട് എന്ന് എന്നിലൂടെ തിരിച്ചറിയും. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നാൽ എത്ര പേര് ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്നു? ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇനിയും നമുക്ക് 18 വാക്യത്തിലോട്ട് ഒന്നുകൂടെ തിരിച്ചു വരാം. അതായത് നമ്മൾ വായിച്ചു അതിൻ്റെ 5-ാം വാക്യം, അവസാന വാക്ക്, ഇത് സർവ്വജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. അല്ലേ, ഈ ബോധിച്ചു എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഒരു സന്ദർഭത്തിൽ കേൾക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊരു വിവാഹ ആലോചനകൾ നടത്തുവാണെങ്കിൽ എന്താ പറയുന്നത്? പരസ്പരം ആ പെണ്ണിനും ചെറുക്കനും ബോധിച്ചു ഇല്ലേ? അല്ലെങ്കിൽ ആ അപ്പനും അമ്മയ്ക്കും ആ പയ്യനെ ബോധിച്ചു.
പുറമേ എല്ലാം നോക്കി ബോധിച്ചു എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർ നോക്കുമ്പോൾ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണറാണെന്ന് അവർക്ക് പരസ്പരം തമ്മിൽ സംസാരിച്ചും ഇടപെട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. അതെന്തുകൊണ്ടാണ്? കാരണം അവർ പരസ്പരം സംസാരിച്ചു, അല്ലെങ്കിൽ നോക്കി കണ്ടു. ഈ ദിവസങ്ങളിൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഇതുപോലെ തന്നെ നിന്നെ നോക്കിക്കാണുന്നവർ, നിന്നോട് സംസാരിക്കുന്നവർ, നമ്മളോട് ഇടപെടുന്നവർ, നമ്മളെ നോക്കി പറയുന്ന ഒരു വാക്കിതായിരിക്കും: ഇനിയും നമ്മളെ അവർ മാറ്റി നിർത്തത്തില്ല, ഇനിയും നമ്മളെ അവർ പഴിചാരത്തില്ല. കാരണം അഭിഷേകം വീണ ഒരു വ്യക്തിയെ ഉയർത്തുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, വചനം പറയുന്നു, നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതന്നെ ഇല്ലേ? ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു. കാരണം കർത്താവിൻ്റെ മുൻപിൽ നമ്മളും വിശുദ്ധരും നിഷ്കളങ്കരും ആയി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് പദവി ചാർത്തി തന്നാലും അതൊന്നും കർത്താവ് തന്ന പദവിയെ ഓവർടേക്ക് ചെയ്ത് പോകത്തില്ല. കാരണം ആരുമായിട്ടാണ് ഡീല് നടക്കുന്നത്? ഞാനും കർത്താവുമായിട്ട്. എത്ര പേര് വിശ്വസിക്കുന്നു ഈ ഡീലിനകത്ത് മനുഷ്യൻ്റെ കൈക്ക് പ്രാധാന്യമില്ല, ഈ ഡീലിനകത്ത് മനുഷ്യൻ്റെ കണ്ണിന് പ്രാധാന്യമില്ല, ഈ ഡീലിനകത്ത് മനുഷ്യൻ്റെ കാൽച്ചുവടുകൾക്ക് പ്രാധാന്യമില്ല? കാരണം ഈ ഡീല് നടന്നത് ഞാനും യേശു കർത്താവുമായിട്ടാണ്, അല്ലേ? അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഒന്നെടുത്ത് നമുക്ക് അതോടെ വായിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അതായത് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഒരു ചോദ്യം ചോദിച്ചു. യേശു പറയുന്ന ആ ഉത്തരത്തിൽ നിന്ന് തെറ്റുകൾ കണ്ടുപിടിച്ച് യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. പക്ഷേ യേശു കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഈ സ്ത്രീയെ കല്ലെറിയട്ടെ. ഇത് കേട്ട ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ കല്ലിട്ടിട്ട് മടങ്ങിപ്പോയി. അവസാനം ആര് ശേഷിച്ചു? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. എത്ര ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറാ? നമുക്കെതിരെ പലരും ഈ നാളിൽ കുറ്റം വിധിച്ച് കാണാം, പലരും കല്ലെറിയാൻ ചിലപ്പോൾ എടുത്തെന്ന് വരാം. പക്ഷേ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഈ നാൾ അവരത് തിരിച്ചറിയും. കാരണം ഈ ഡീല് നടക്കുന്നത് ആരുമായിട്ടാ? ഞാനും യേശു കർത്താവുമായിട്ടാ. കാരണം ഒരിക്കൽ മറിയ വീഞ്ഞ് തീർന്നപ്പോൾ യേശു കർത്താവോട് വന്നൊരു കാര്യം പറയും: വീഞ്ഞ് തീർന്നു, കർത്താവ് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം. ഈ വിഷയവുമായിട്ട് എന്താണ് എനിക്ക് ബന്ധം? ഈ വിഷയം ഉണ്ടായപ്പോൾ അതിൽ നിരാശയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. കാരണം യേശുവിൻ്റെ ബന്ധം മഹത്വവുമായിട്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? യേശുവിൻ്റെ ബന്ധം ആ അത്ഭുതവുമായിട്ടാണ്. യേശുവിൻ്റെ ബന്ധം കിടക്കുന്നത് ആ വിടുതലുമായിട്ടാന്നേ. ഇന്നുപോലെ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഇന്നുപോലെ നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലാണ്, നോക്കി വിളിച്ചു പറ: എൻ്റെ മേൽ രോഗത്തിനല്ല സ്ഥാനം, എൻ്റെ മേൽ സൗഖ്യത്തിനാണ് സ്ഥാനം. ഹല്ലേലൂയ! എൻ്റെ ഭവനത്തിൽ ഇന്നാളിൽ ഭിന്നതയാണെങ്കിൽ വിളിച്ചു പറ, അതരങ്ങളെ തുറന്ന്. ദാവീദ് എന്താ പറഞ്ഞത്? എന്നിലൂടെ ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് എന്നിലൂടെ തിരിച്ചറിയും. ഇതുപോലെ ഭവനത്തെ നോക്കി നിങ്ങൾ വിളിച്ചു പറ: എൻ്റെ ഭവനത്തിൽ ഇനി ഭിന്നതയല്ല, എൻ്റെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും വരും. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് വചനം എന്നെ പറ്റി പറയുന്നത്. അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ. ഇന്നാൾ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വചനം എന്തു പറയുന്നു അതാണ് ഞങ്ങൾ. വചനം ഞങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. വചനം ഞങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. വചനം ഞങ്ങളെ ഹോണർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ താഴ്ന്നിരിക്കുന്നു അവിടെ ഹോണർ ആകുക തന്നെ ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ദൈവം നല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ട എല്ലാ വാഗ്ദത്ത വചനങ്ങളും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതെല്ലാം നിവൃത്തിയാകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ, ഞങ്ങളെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, കരുതുന്ന അവിശ്വസനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം പറയുന്ന പോലെ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നമുക്കായി കരുതുന്നു. ആ ദൈവം കരുതുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ആ കരുതുന്നത് ഏറ്റവും മഹത്വമുള്ളതാണ്. ആ കരുതുന്നതിനകത്ത് ഏറ്റവും സംരക്ഷണമുള്ളതാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു മനുഷ്യൻ സംരക്ഷിച്ചാൽ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും? പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം വെളിപ്പെട്ടാൽ അതിനകത്ത് പിന്നെ ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല. ഇന്നുപോലെ നമുക്ക് ഓർമ്മിച്ച് അത് ഉറച്ച് വിശ്വസിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
പരിശുദ്ധ നല്ല പിതാവേ, അപ്പാ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ നാളിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉയരുമ്പോൾ ഞങ്ങളുടെ ആദരത്തിൽ വചനം വെളിപ്പെടണം. ഞങ്ങളുടെ ആദരത്തിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വെളിപ്പെടണം. നെഗറ്റീവ് ചിന്തകൾ വരാം, പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന ആ വചനം ഞങ്ങളുടെ സത്തി മജ്ജകളെ, അതല്ലേ പറയുന്നത്, തുളച്ചു ചെല്ലും. ഹാലയിൽ നമ്മുടെ മൈൻഡിനെയും എല്ലാത്തിനെയും വചനത്തിന് തുളച്ചു ചെല്ലാൻ സാധിക്കും. ഒരു മനുഷ്യന് ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ എത്തി നോക്കാൻ സാധിക്കത്തില്ല, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഈ നാളിൽ എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചനത്തിലുള്ള എല്ലാ വാക്തത്വങ്ങളും എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയായി വെളിപ്പെടും? അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പോൾ എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഇന്ന് കേട്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം ബലമാകുന്നുണ്ട്, ശക്തിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്, നശിച്ചു പോകുന്നവർക്ക് ഈ കേൾക്കുന്ന വചനമെല്ലാം ഭോഷത്വമെന്ന് തോന്നാം, പക്ഷേ വിശ്വസിക്കുന്ന, ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്ന, ഈ വചനങ്ങളെ സ്വീകരിക്കുന്ന, വിളിച്ചു പറയുന്ന, പലയിടങ്ങളിൽ ആവർത്തിയായി ബൈബിളിൽ പറയുന്നുണ്ട്, വചനത്തെ സംഗ്രഹിക്കുന്ന നമ്മൾക്ക് ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അധികമായി വെളിപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം കൃത്യം 6:30 നമുക്ക് ഒരുമിച്ച് ഈ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യാം. ഈ വചനത്തിൻ്റെയും ആരാധനയുടെയും ഭാഗമാകാം. നാളെ രാവിലെ വെള്ളിയാഴ്ച കൃത്യം 10:30 നമുക്ക് ചെങ്ങന്നൂരിൽ ആരാധനയുണ്ട്. താഴെ കാണുന്ന പ്രെയർ ലൈനിൽ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ബാക്കി കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കാൻ സാധിക്കും. ഇതുവരെ ആരെങ്കിലും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ മീറ്റിങ്ങും എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.